രേണുസുതിക്ക് വീടിനായി സ്ഥലം നൽകിയ ബിഷപ്പും വീട് വെച്ച് നൽകിയ ഫിറോസുമെല്ലാം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. എന്റെ പേരിലല്ല വീട് നൽകിയെന്നും മക്കളുടെ ഭാവി ഓർത്താണ് അത് സ്വീകരിച്ചതെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. വീടിനായി സ്ഥലം നൽകിയ പുരോഹിതനെ അപമാനിച്ച് രേണുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. വ്ളോഗേഴ്സ് അടക്കം നിരവധി പേരാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഷഫീന ബീവിയുടെ വീഡിയോയിലും രേണുവിൻ്റെയും സുഹൃത്തുക്കളുടെയും പ്രതികരണമൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ലൈവ് വീഡിയോയുമായി താഴെയായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് കമന്റ് ചെയ്തിരുന്നു. ഇതുവരെ അനുഭവിച്ച വിഷമതകളും ഇപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു ലൈവായിരുന്നു. അതിന് താഴെയായിരുന്നു അദ്ദേഹം സപ്പോർട്ട് എന്ന് കമന്റ് ചെയ്തത്. ഫാദറും ഫൈസലുമൊക്കെയായി നല്ല ബന്ധമുണ്ടായിരുന്നു എനിക്ക്. നന്മയാണ് ഞങ്ങളുടെ ഉദ്ദേശം. നന്മ പ്രവർത്തിക്കുന്നവർ തമ്മിലൊരു ബന്ധം എപ്പോഴും കാണും. അതിലൂടെ പണമോ റീച്ചോ സബ്സ്ക്രൈബ്സോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഫാദർ എൻ്റെ ലൈവിൽ വന്ന് ഒരു കമന്റ് ഇട്ടിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥരാകുന്നത്? ഫാദറിന് മറ്റൊരാളെയും കമന്റ് ചെയ്യാൻ പാടില്ലേ? പിന്നെ ഞാൻ ലൂണയ്ക്ക് കമന്റ് ഇട്ടത്, വളരെ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയല്ലേ അവർ ചെയ്തത്. അതിലെന്താണ് പ്രശ്നം? രേണുസുതി ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും എതിർപ്പുകളുണ്ട്. വസ്തു കൊടുത്ത ആളുകൾ ഇപ്പോൾ കിടക്കപ്പുറതിയില്ല. വീടിന് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞ ഫിറോസിന് വിമർശനം. ഫാദർ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും സിവിയർ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു കാര്യവുമില്ലാതെ എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പുരോഹിതനല്ലേ, അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? അടുത്തിടെ ഒരാൾ വീട് വെച്ച് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിളിച്ചിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വിളിച്ചിരുന്നു. സുഖമില്ലാന്നിടത്ത് ഞാൻ പോയില്ല. ഞാൻ എൻജിഒ ചെയ്യുന്നുണ്ട്. എനിക്ക് പബ്ലിസിറ്റി ആവശ്യമില്ല. എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ആ വസ്തുവും വീടും ഇഷ്ടമല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ പോകുന്നിടത്തെല്ലാം അതേക്കുറിച്ച് മോശം പറയുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് വരെ അദ്ദേഹം വന്ന് ആരെയും കുറിച്ച് ഒരു മോശവും പറഞ്ഞിട്ടില്ല. രേണുവിനെ അപമാനിക്കാനല്ല ഞാനിതൊന്നും പറയുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. പക്ഷേ അവരെ സഹായിച്ചതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞത് എന്ന് മാത്രം. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അർഹതയുള്ളവരെ വേണം സഹായിക്കാൻ. അല്ലെങ്കിൽ സഹായം ചെയ്തവന്റെ അവസ്ഥ ഭസ്മാസുരന് വരം കൊടുത്ത ശിവനെ പോലെ ആയിരിക്കും. ഇല്ലായ്മയിൽ സഹായിച്ചതിനെ തള്ളിപ്പറയുന്നത് ശരിയല്ല.